നമസ്കാരം മക്കളെ, നമ്മൾ USS എക്സാം സ്പെഷ്യലായിട്ട് സംസ്കൃതത്തിൻ്റെ ഒരു കുഞ്ഞ് ഒരു റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. നമ്മൾ തൊട്ട് ചോദ്യങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും സ്വാഗതം. USS സംസ്കൃത പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും. ഞാൻ ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദാണ്. അപ്പോൾ പ്രസാദ് സാറിൻ്റെ USS സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എൻ്റെ മക്കൾക്കെല്ലാം സ്വാഗതം. നമ്മൾ പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള മുക്കും മൂലയും എന്ത് ചെയ്യുക, ഒന്നുകൂടി നിങ്ങൾ വിശദമായി വായിക്കുക. ഗ്രാമറും ബാക്കിലുള്ള അഭ്യാസങ്ങളും ഒക്കെ നോക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും ഇവൻ നമ്മുടെ അർത്ഥം, നമ്മൾ പര്യായങ്ങൾ, നമ്മൾ ശബ്ദകോശങ്ങൾ കോശാർത്ഥമായിട്ട് കൊടുത്തിട്ടില്ലേ, പദ്യരൂപത്തിൽ യോജിപ്പിച്ച് കൊടുത്തിട്ടില്ലേ, അതുവരെ മുറിച്ച് പഠിക്കുക. അതിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അടിച്ചു കൊടുത്താൽ അതിൻ്റെയൊക്കെ പര്യായങ്ങളൊക്കെ വരും. അപ്പോൾ സഹോദര, സഹജ ശബ്ദത്തിൻ്റെയൊക്കെ പര്യായം ചോദിക്കുമ്പോൾ സഹോദരൻ എന്നൊക്കെ എഴുതാനുള്ള ആ ഒരു നോളജ് നമ്മൾ ഈ പ്രായത്തിലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വലിയൊരു വൊക്കാബുലറി ഉണ്ടാക്കാൻ പറ്റും അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ചോദ്യങ്ങൾ വായിച്ച് പോകട്ടോ. എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ റെഫർ ചെയ്യാം, പിന്നെ ChatGPT ചോദിക്കാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല സൈറ്റുകളിലും എന്തുണ്ട്, പല ചോദ്യങ്ങളുണ്ട്. യൂട്യൂബ് വീഡിയോസ് കാണാം. അങ്ങനെ എന്ത് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ. പ്രശ്നാനാം ഉത്തരാണി ലിഖത, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രശ്നം എന്ന് പറയുമ്പോൾ ചോദ്യം, ക്വസ്റ്റ്യനാണ്. ഉത്തരാണി ലിഖത. വസുധൈവ ഇത്യസ്യ പദച്ഛേദ കഹ. വസുധൈവ എന്ന ശബ്ദത്തിൽ പദച്ഛേദം എങ്ങനെയാണ് വരിക, അതെങ്ങനെ മുറിക്കുക അല്ലേ? വസുധ കൂട്ടണം ഏവ വസുധൈവ. കഹ ഗണ ന അന്തർഭവതി, ഏത് ഗണമാണ് അന്തർഭവതി, കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഏതാണെന്ന് ചോദിക്കുക. അപ്പം ഗണത്തിൽ ആ കൂട്ടത്തിൽ പെടാത്തതാണ്. ന എന്ന് പറയുമ്പോൾ നോ ആണല്ലേ. അപ്പോൾ പെടാത്തത്. അപ്പോൾ 1 2 3 4 4 വാക്കുണ്ട്. സ്നേഹമുണ്ട്, ദേഷ്യം, കോപമുണ്ട്, നീതിബോധമുണ്ട്, മൈത്രിയുണ്ട്. അപ്പം മൈത്രി, ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു കാര്യമാണ്. നീതിബോധം, നമുക്ക് നല്ല എപ്പോഴും നിയമത്തെക്കുറിച്ചും സത്യധർമ്മ നീതികളെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവണം അല്ലേ. നല്ലത് ഇതും നമുക്ക് ബോധം ഉണ്ടാകണം, അത് നല്ല കാര്യമാണ്. സ്നേഹം നല്ല കാര്യമാണ്. ദേഷ്യം, കോപം നല്ലതാണോ? അല്ല. അപ്പോൾ കോപം മാറ്റി വെക്കണം. അപ്പോൾ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. നേരെ തിരിച്ചും ചോദിക്കും. 4 മോശം 3 മോശവും 1 നല്ലത് വരുമ്പോൾ നല്ലതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഉത്തരം കോപഹ. ഹീനചിന്ത ഇത്യസ്യ വിഗ്രഹ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യമാണ്. ഹീനചിന്ത എന്ന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കുക കേട്ടോ. സഹജ ഇത്യസ്യ അർത്ഥ കഹ. സോദര, സഹജൻ, കൂടെ സോദരൻ, ഒരേ വയറ്റ് പിറന്നവൻ, കൂടപ്പിറപ്പ്. സംഹതി ഭാവന നാമ കിം. സംഹതി ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യഭാവനയാണ്, യൂണിറ്റിയാണ്. നമ്മളെല്ലാം ഒന്ന് എന്നുള്ള ഏകതാ ഭാവമാണ് അല്ലേ. ആന്ധ്യം നാമ കിം. എന്താണ് ആന്ധ്യം? ആന്ധ്യം എന്ന് പറഞ്ഞാൽ അന്ധത അല്ലേ, കണ്ണ് കാണാത്ത അവസ്ഥയാണ് അന്ധത, ആന്ധ്യം. കഹ ഗണേ നാന്തർഭവതി, വീണ്ടും കൂട്ടത്തിൽ പെടാത്തത്. ചിത്തം വിത്തം ചേതഹ മനഃ. ചിത്തം എന്ന് പറഞ്ഞാൽ മൈൻഡാണ്. ചേതഹ എന്ന് പറഞ്ഞാലും ചേതസ് മനസ്സാണ്. മനഃ എന്ന് പറഞ്ഞാലും മനസ്സാണ്. അപ്പോൾ വിത്തം സമ്പത്താണ്, പൈസയാണത്, കൂട്ടത്തിൽ പെടില്ല. വിത്തമാണ് ഉത്തരം. ഓക്കെ, റെഡി? ഉത്തരം മാത്രം മാർക്ക് ചെയ്ത് പോവാം, അതായിരിക്കും നല്ലത്. വസുധ ഏവ കോപഹ ഹീനചിന്ത സോദര ഐക്യഭാവന അന്ധത. വിത്തം പദച്ഛേദം എഴുതുക. സദാസ്തു, സദാ കൂട്ടണം അസ്തു. മാസ്തു, മാ അസ്തു. കീർത്തിരസ്തു, കീർത്തി കൂട്ടണം അസ്തു. സംബോധന രൂപങ്ങൾ എഴുതുക. ഉദാഹരണം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ദിനേശ, അത് ഹേ ദിനേശ എന്നാണ്. ഇപ്പോൾ ഗോകുല, ഹേ ഗോകുല. പിന്നെ മാധവ, ഹേ മാധവ. ജേക്കബ, ഹേ ജേക്കബ. അരുണ, ഹേ അരുണ. പിന്നെ രാധിക, ഹേ രാധികേ എന്നാണ് വരിക. അപ്പോൾ ലത, ഹേ ലതേ. മീര, ഹേ മീരേ. ഉമ, ഹേ ഉമേ. വീണ, ഹേ വീണേ. അപ്പം ദിനേശ, ഗോകുല പോലെയുള്ള ആണുങ്ങളുടെ പേര് അവസാനത്തെ എൻഡിങ് നോട്ട് നോക്കുക. മാധവ, ജേക്കബ, അരുണ, ദിനേശ. അപ്പോൾ അതേപോലെ ആ വിസർഗം മാറ്റി ഗോകുല, മാധവ, ജേക്കബ, അരുണ എന്നാക്കിയാൽ മതി. ആ 2 കുത്ത് മാറ്റിയാൽ മതി. എന്നാൽ രാധിക, ലത, മീര, ഉമ, വീണ പോലെ ദീർഘം ആ ഉള്ള സ്ത്രീകളുടെ പേരൊക്കെ വരുമ്പോൾ എന്തായി? ഹേ രാധികേ, ഹേ ലതേ, ഏ വന്നു. ശ്രദ്ധിക്കുക, മനസ്സിലായല്ലോ? സിമ്പിളാണ്. വിലോമ പദങ്ങൾ നമ്മുടെ എന്താണ്,
ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതുമ്പോൾ ശത്രു മിത്രമാണ് അല്ലേ. ശത്രു എനിമി, മിത്രം ഫ്രണ്ട്. അധർമ്മ അധർമ്മ, അധർമ്മം ധർമ്മം, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും. ആലസ്യം മടി, ഉത്സാഹം എന്നുള്ള എനർജറ്റിക് ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് ചെയ്യുക. ഓക്കെ, ലോട്ട് രൂപങ്ങൾ എഴുതുക. ലകാരങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസ്സിലും ലകാരങ്ങൾ ഇനി വലുതാവും തോറും വരാൻ പോവും. അപ്പോൾ ലകാരങ്ങളും തുമന്നന്തങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഗായത്തി, ആജ്ഞ നമ്മൾ പറയും ഗായത്തി, ആ ഗായത്തു നമ്മൾ ആജ്ഞയിലേക്ക് ഗായത്തു. പശ്യതി പശ്യത്തു, വദതി വദതു, സിഞ്ചതി സിഞ്ചതു. അപ്പോൾ വർത്തമാനകാലം മാറ്റുന്ന രീതിയാണ്. അഖിലം വിശ്വം അചിരാത് ജേതും യഥാമഹേ. മിത്രകാണി ടെക്സ്റ്റ് ബുക്കിലുള്ള പോയം അല്ലേ, നമ്മുടെ പോയത്തിൽ നിന്ന് അതേപോലെ എടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്. വിശ്വസോദര ഭാവനാം ശാശ്വതം കലയാമഹ കുത്ര ഹൃദി, അതും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ്, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. കീദൃശി ചിന്താം വർജനീയ, ഹീന ചിന്താം വർജനീയ. നമ്മൾ എങ്ങനത്തെ ചിന്ത വർജിക്കണം? ഹീന ചിന്ത നമ്മൾ വർജിക്കണം. ഭാനുഹു ഇതി പദസ്യ അർത്ഥ കഹ. ഭാനു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ. സൂര്യൻ്റെ പര്യായ പദം പഠിച്ചിട്ട് പോവാം കേട്ടോ. സൂര്യന് ഒരുപാട് പര്യായ പദങ്ങളുണ്ട്. അപ്പോൾ ഭാനുഹു എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. മിത്രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സൂര്യനാണ്. മിത്രഹ എന്ന പദത്തിന് മിത്രൻ എന്ന് പറഞ്ഞാൽ അരുണനാണ്, സൂര്യനാണ്. ഓക്കെ, ഭാസ്വാൻ, വിഭസ്വാൻ, അഭസ്വാൻ, ഗവസ്തിമാൻ, പ്രഭാകരൻ, ദിവാകരൻ എന്ന് പറഞ്ഞ സൂര്യന് ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. സമാനാർത്ഥ രാമായണം വായിക്കണം മക്കളെ. രാമായണത്തിൽ സൂര്യനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. ഒരുപാട് പദങ്ങൾ അവിടെ കിട്ടും. ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ളത് സൂര്യനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ രാമായണം, മലയാളത്തിലുള്ള എഴുത്തച്ഛൻ്റെ രാമായണവും അതുപോലെ വാൽമീകി രാമായണമൊക്കെ വായിക്കണം കേട്ടോ. സമാനാർത്ഥ പദം ലിഖത. സഹജ സോദര, സഹജൻ സോദരൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം, നമ്മുടെ മനസ്സ്, ഉള്ള്. ദ്വിതീയ വിഭക്തി രൂപം എഴുതുക. ഉത്സാഹ ഉത്സാഹം. അപ്പോൾ ദ്വിതീയയിൽ നമ്മൾ അല്ലേ, ഉത്സാഹം. കോപഹ കോപം. സഹിഷ്ണുത സഹിഷ്ണുതാം. ധീരത ധീരതാം. ഭയം ഭയം. ആലസ്യം ആലസ്യം തന്നെയാണ്. അപ്പോൾ ദ്വിതീയ വിഭക്തി രൂപങ്ങൾ പഠിച്ചു നോക്കുക. എല്ലാ ദ്വിതീയ വിഭക്തിയുടെ സ്പെഷ്യാലിറ്റീസ് പഠിച്ചു വെച്ചിട്ട് പോവുക. പിന്നെ ഉദാഹരണം നോക്കി എന്ത് എഴുതുക? അഹം സംസ്കൃതം പഠതി, അഹം സംസ്കൃതം പഠാമി. അഹം വരുമ്പോൾ അവിടെ മീ വരണം. അഹം സംസ്കൃതം പഠാമി അല്ലേ, മീ അഹം. അപ്പോൾ നമ്മൾ മീ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ മൈ, ഐ, ഞാൻ. അപ്പോൾ ഞാൻ, മീ പഠാമി. അഹം ഗീതം ഗായതി എങ്ങനെ വരും? അഹം ഗീതം ഗായാമി. അഹം ജലം പിബതി, അഹം ജലം പിബാമി. അഹം കവിതാം ലിഖതി, അഹം കവിതാം ലിഖാമി. ഉദാഹരണാനുസാരം ബഹുവചന രൂപങ്ങൾ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. ഖാദതു ഖാദന്തു. ബഹുവചനം എഴുതുമ്പോൾ ഖാദതു എന്തായി? ഖാദന്തു ആയി. വദതു വദന്തു. ഭവതു ഭവന്തു അല്ലേ. മംഗളം ഭവതു, മംഗളാനി ഭവന്തു നമ്മളങ്ങനെ പറയും. ബഹുവചനം വരുമ്പോൾ ഭവന്തു. അസ്തു, അസ്തുവിൻ്റെ ബഹുവചനമാണ് സന്തു. അസ്തു സന്തു, ഇമ്പോർട്ടൻ്റ് ആണ്. ത്യജതു ത്യജന്തു. പഠതി, പഠതി വരുമ്പോൾ പഠന്തി. ഓക്കെ, അപ്പോൾ ഈ അസ്തി സന്തി എന്നുള്ളതിനെ നോക്കിക്കോ. നമ്മൾ അസ് ധാതു ലട്ടിലകാ രൂപത്തിൽ ഏകവചനം ദ്വിവചനം ബഹുവചനത്തിൽ പ്രഥമ, അതായത് ഹി ഷി ഇറ്റ്, പ്രഥമ പുരുഷനിൽ ഏകവചനം അസ്തി, രാമ അസ്തി, രാമനാകുന്നു. ദ്വിവചനം സ്തഹ, ബഹുവചനമാണ് സന്തി. ഇനി യു ആവുമ്പോൾ, നീ ആവുമ്പോൾ ത്വം അസിയാണ് അല്ലേ, സ്തഹ സ്ത. പിന്നെ ഉത്തമ ഐ വി, നമ്മൾ ഞാനാവുമ്പോൾ ഞാൻ അസ്മി, സ്വഹ സ്മഹ, അസ്മി. അപ്പം അസ്മി എന്ന് പറയുമ്പം മയം ഹൂമാണ് ഹിന്ദിയിൽ പറയാം, ഞാനാകുന്നു. അസി തും ഹോ, നീ ആകുന്നു. അസ്തി വഹ് ഹെ, അവനാകുന്നതാണ്. സ്വഹ ഹം ദോഹെ, നമ്മൾ രണ്ട് പേരാണ്. സ്മഹ നമ്മൾ, ഹം ഹെ നമ്മൾ ബഹുവചനത്തിൽ നമ്മൾ. സന്തി വേ ഹെ, അവർ ബഹുവചനം. അപ്പോൾ സന്തി എന്നുള്ളത് ബഹുവചനമാണ്. അപ്പോൾ അസ്മി അസി അസ്തി, സ്തഹ സ്ഥ സ്തഹ, സന്തി സ്തഹ സന്തി. അത് താഴോട്ട് അത് ഓർഡറായി പഠിച്ചു വെക്കുക, ജസ്റ്റ് ക്ലൂ ആയിട്ട് തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മദ്ഗലന ട്യൂട്ടോയം വ്യോമയാനേന കുത്ര ഗതവതി. ട്യൂട്ടോട്ടോയിൽ എങ്ങോട്ടാണ് പോയത്? സാൻ ജോസ് അല്ലേ. വ്യോമയാനം കസ്മിൻ വനെ പതിതം, ഏത് ഇതിലാണ്? ആമസോൺ വനത്തിലാണ്. മദ്ഗലനായ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ഒന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളൊക്കെ എളുപ്പം പറയാവുന്നുള്ളൂ. മദ്ഗലനായ പുത്രാൻ അന്വേഷിച്ചും ഗതഹ സാരമേയ. സാരമേയ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുനക്കനാണ്, നായയാണ്, പട്ടിയാണ്, നായ. ബെൽജിയം ഷെപ്പേർഡാണ്. ഘ്രാണശക്തിയാം സമർത്ഥ സാരമേകഹ. അപ്പോൾ ഈ ഘ്രാണശക്തി, ഘ്രാണം എന്ന് പറഞ്ഞാൽ, ഘ്രാണശക്തി പറഞ്ഞാൽ സ്മെല്ല്, മൂക്ക് മണപ്പിക്കാനുള്ള കഴിവ്. ഘ്രാണം മൂക്കാണ്. അപ്പോൾ മൂക്ക് അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പട്ടി ഏതാണ്? നന്നായി സ്മെല്ല് ചെയ്യാനുള്ള സ്കില്ല് ആർക്കാ ഉള്ളത്?
നമ്മുടെ ഈ ഷെപ്പേർഡ്, ബെൽജിയം ഷെപ്പേർഡ്. സൈനികാനാം പ്രയത്നഃ കഥമേ ദിനെ വിജയം പ്രാപ്ത 40 ദിനെ പദച്ഛേദം ചെയ്യുക തഥാപി തഥാ കൂട്ടണാപി സൈനികശ്ച സൈനികൈ ച സൈനികശ്ച അപി സൈനികശ്ചാപി ദീപ്തോയം ദീപ്തഃ അയം അഭവന്നിധി അനുകർത്തും യോഗ്യമാണ് അനുകരണീയം. ഏകപദം എഴുതാനോ ഒറ്റ വാക്കിൽ എഴുതാനോ കേട്ടോ. അനുകർത്തും യോഗ്യമായിട്ടുള്ളത് എന്താണ്? അനുകരണീയം. മഹത് ച തത് വനം ച മഹാവനം രക്ഷായൈ പരിശ്രമ രക്ഷാപരിശ്രമ ശോഭനാസ്ഥിതി സുസ്ഥിതി. അപ്പോൾ ശോഭനമായിട്ടിരിക്കുന്ന സ്ഥിതിയാണ് സുസ്ഥിതി എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. നല്ല സ്ഥിതി, രക്ഷയ്ക്കായിട്ടുള്ള പരിശ്രമം രക്ഷാപരിശ്രമം. മഹത്തായിട്ടുള്ള വലിയായിട്ടുള്ള വനത്തെ മഹാവനം എന്ന് വിളിക്കും. അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ള, ഇമിറ്റേറ്റ് ചെയ്യാൻ, നമുക്ക് ഒരാളെ കാണുമ്പോൾ അയാളെ ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അനുകരണീയമായിട്ടുള്ളതാണ്. അപ്പോൾ അനുകരണീയമായ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലേ? അയാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കോപ്പി ചെയ്യുക. അടുത്തത് സമാനപദം ലിഖത. ഒരേപോലെ പര്യായ അർത്ഥം വരുന്ന, ഒരേ മീനിങ് വരുന്ന വാക്കുകൾ എഴുതുക. അത് പര്യായ നിഘണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പര്യായ ശബ്ദകോശങ്ങൾ, സിനോണിംസിൻ്റെ ഡിക്ഷണറീസ് മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ നമുക്ക് കിട്ടും. മലയാള വാക്കുകളിൽ തന്നെ ഒരുപാട് സംസ്കൃത വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതൊക്കെ നോക്കി PDF ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കുക. വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറേ വൊക്കാബുലറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. യാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യാനം വാഹനമാണ്. സാരമേഹ ശുനകഹ നായയാണ് നമ്മൾ പറഞ്ഞു. ഉപരതാഹ മൃതാഹ യുഗപത്ത് എന്ന് പറഞ്ഞാൽ ഏകീഭൂയ സൈനിക രക്ഷാബട. ഭൂതകാല ക്രിയാരൂപാണി ലിഖത ലങ് ലകാരം എഴുതുക. ബാലകഃ സംസ്കൃതം പഠതി. അതിൻ്റെ ഭൂതകാലം വരുമ്പോൾ ബാലകഃ സംസ്കൃതം അപഠത്. അപ്പോൾ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ പഠതി എന്നുള്ളത് പഠിച്ചു എന്നാക്കണം, അപഠത് ആയി, അല്ലേ? പിന്നെ ശശകഃ ധാവതി ശശകഃ അധാവത്. ജോയലഃ ഗീതം ഗായതി ജോയലഃ ഗീതം അഗായത്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള പാഠപ്രവേശങ്ങളിൽ നിന്നും ഗ്രാമറിൽ നിന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിൽ ആദികാവ്യം ഏതാണെന്നുള്ള ചോദ്യം നിർബന്ധമായും പഠിച്ചിരിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ആദികാവ്യം കിം? ഏതാണ് ആദികാവ്യം? എല്ലാവർക്കും അറിയാം, ആദികാവ്യം രാമായണമാണ്. ആദികാവ്യം എന്ന് പറയുന്നത് ആദി രാമായണം, അതായത് വാൽമീകി എഴുതിയ രാമായണമാണ്. അപ്പോൾ ആരാണ് രാമായണം എഴുതിയത്? വാൽമീകി. വാൽമീകിന്ന് എങ്ങനെ എഴുതുക? വാൽമീകിന്ന് എഴുതുക ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഓക്കെ. വാൽമീകി എന്ന് തന്നെ എഴുതണം. വാത്മീകി തെറ്റാണ്. അതുപോലെ വൽമീകമാണ് പുറ്റ്. വാത്മീകം അല്ല. ആ സിനിമാ പേരൊക്കെ തെറ്റാണ് കേട്ടോ. സുതി വാൽമീകം എന്നൊക്കെ പറഞ്ഞിട്ട് വാത്മീകം എന്നൊക്കെ പറഞ്ഞ സിനിമാ പേരാണ്, അതൊക്കെ തെറ്റാണ്. അപ്പോൾ വാത്മീകി എന്ന് പറയുന്നൊരു വാക്ക് ഈ ലോകത്തില്ല. വത്മീകം എന്ന് പറയുന്നൊരു വാക്കുമില്ല. ഉള്ളത് വാൽമീകിയും വൽമീകവുമാണ്. വൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റ്. വൽമീകത്തിൽ നിന്നല്ല, വൽമീകത്തിൽ നിന്ന് വന്നവൻ വാൽമീകി. ഓക്കെ. അപ്പോൾ വാൽമീകി, വാത്മീകി അല്ല. വാത്മീകി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. രാമായണസ്യ കർത്താക്കഹ വാൽമീകി മഹർഷി. എവിടെ എഴുതിയിട്ടുണ്ട് വാൽമീകി എന്ന് എങ്ങനെ എഴുതണം? അവിടെ ഉണ്ട് കേട്ടോ. രാമായണം എഴുതിയത് ആരാണ്? വാൽമീകിയാണ് രാമായണം എഴുതിയത്. എഴുത്തച്ഛൻ എഴുതിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ എഴുതിയത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് അധ്യാത്മരാമായണം എന്ന് പറയുന്ന വേറെ ബുക്കിൽ നിന്നാണ്. എഴുത്തച്ഛനും വാൽമീകി രാമായണം തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓക്കെ. നമ്മുടെ മലയാളത്തിൽ കാണുന്ന രാമായണം വാൽമീകി രാമായണത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല. ഓക്കെ. അപ്പോൾ രാമായണം എഴുതിയത് ആരാണ്? വാൽമീകി, എഴുത്തച്ഛനല്ല. എഴുത്തച്ഛൻ എഴുതിയത് വേറെ. രാമായണേ കതി കാണ്ഡാനി സന്ധി. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7 കാണ്ഡങ്ങളാണുള്ളത്. അസ്മിൻ കാവ്യേ കതി ശ്ലോകാഹ സന്ധി 24,000 ചതുർവിംശതി സഹസ്രമാണ് കാണ്ഡങ്ങൾ. കസ്യ കാവ്യസ്യ നാമാന്തരം ഭവതി ചതുർവിംശതി സഹസ്രി. ഏത് ബുക്കിൻ്റെ പേരാണ് 24,000 ശ്ലോകങ്ങളുള്ള ബുക്ക്? ഏതാണത്? ചതുർവിംശതി സഹസ്രി എന്ന പേരുള്ളത് രാമായണത്തിനാണ്. ഭ്രാതൃസ്നേഹ ഇതി പാഠഭാഗ കസ്മാത് കാണ്ഡാത് സ്വീകൃത. ഏത് ബുക്കിൽ നിന്നാണ് നമ്മൾ, ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയെടുത്തത്? കിഷ്കിന്ധ കാണ്ഡാത്, അല്ലേ? കിഷ്കിന്ധയിലാണ് ഉള്ളത്.
ജടായോഹോ ഭ്രാതുഹു നാമ കിം? ജടായുവിൻ്റെ സഹോദരൻ്റെ പേര് സമ്പാതി. സമ്പാതിഹി ആണ്. സമ്പാതി താ ആണ്. സമ്പാതി. സമ്പാതി. കൗ ആദിത്യം ഉപയാതൗ ജടായുഹു സമ്പാദിച്ച. കസ്യ വധേ വൃത്തേ ജടായുഹു സമ്പാദിഹി ആദിത്യം ഉപയാതൗ വൃത്രസ്യ. സൂര്യ മധ്യം പ്രാപ്തേ കഹ അവസീദതി സ്മ. ആരാണ് അവിടെ എത്തുമ്പോൾ? ജടായു അല്ലേ. സൂര്യരശ്മിഭി അർദ്ദിതം ഭാദരം കഹ ഛാദയാമസ. എങ്ങനെ അത് എവിടെ ഒളിപ്പിച്ചു? സമ്പാദിഹി. സമ്പാദിഹി കാഭ്യാം ജടായും ഛാദയാമസ സ്വപക്ഷാഭ്യാം അല്ലേ, ചിറകിൽ. ജടായുഹു കൈഹി സൂര്യരശ്മി കഹ വിന്ധ്യേ പതിതഃ സമ്പാദി വീണു. ലെട്ട് ലകാരസ്യ ഭൂതകാലാർത്ഥ കസ്യ അവ്യയസ്യ യോഗേ ഭവതി. സ്മ ഇതി അവ്യയസ്യ ലോകെ. അപ്പോൾ ലെട്ട് ലകാരം നിങ്ങൾക്കറിയാം സ്മ അവ്യയത്തിൻ്റെ യോഗത്താലാണ് ഭൂതകാലാർത്ഥത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ലകാരം എന്തായാലും ഒരുപാട് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായി ഇരുന്ന് പഠിച്ചു വെക്കാം. സന്ധിഛേദം ചോദിക്കും. ചാഹം ച അഹം സ്വോ ജ്വലന്തം സ്വഹ ജ്വലന്തം സ ച സഹ ച. ആവൃത്യ ആകാശമാർഗേണ ആവൃത്യ ആകാശമാർഗേണ. ജടായുഹു അവസീദതി ജടായുരവസീദതി. സൂര്യരശ്മിഭിः അർദ്ദിതം സൂര്യരശ്മിഭിരർദ്ദിതം. പതിതോ വിന്ധ്യേഹം പതിതഃ വിന്ധ്യേ അഹം. നോപലേക്ഷ്യേ ന ഉപലക്ഷ്യേ. നോപലേക്ഷ്യേ ന ഉപലക്ഷ്യയാണ് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള വർക്കാണ്, നമ്മളുടെ എന്താ പറയുക, പ്രാക്ടീസ് ഹോംവർക്കാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ മുഴുവൻ ഉത്തരവും നിങ്ങൾ നമ്പർ ഇട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഏറ്റവും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ഉത്തര രാമചരിതം എന്ന ബുക്ക് എഴുതിയതാണ്. ഉത്തര രാമചരിതസ്യ കർത്താ കഹ. ഓപ്ഷൻസ് ഉണ്ട്. ഭവഭൂതിഹി, വിഷ്ണു ശർമ്മ, ഭാസഹ, ഭാരവിഹി. ആരാണ് ഉത്തര രാമചരിതം എഴുതിയത്? ആരാണ് ഉത്തര രാമചരിതം എഴുതിയത്? കമൻറ്റ് ഇട്ടെ. ഞാൻ ആൻസർ പറയുന്നില്ല കേട്ടോ. സ്മ യോഗേ കസ്യ ലകാരസ്യ അർത്ഥഃ ഭവതി. സ്മയോഗത്തിൽ ഏത് ലകാരമാണ് വരുന്നത്? കമൻറ്റ് ചെയ്യുക. അയ്യങ്കാല്യാഹ മാതാ കഹ. ആരാണ് അയ്യങ്കാലിയുടെ അമ്മ? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോളൂ. ഇതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടാവും. രശ്മി മാലി കഹ. രശ്മി മാലി ആരാണ്? ആമസോൺ വർഷാരണ്യസ്യ വിസ്തൃതി കഹ. ആമസോണിൻ്റെ വിസ്താരം വിസ്തൃതിയൊക്കെ പഠിച്ചു വെക്കണേ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മഹീക്ഷിത ഇത്യസ്യ അർത്ഥ കഹ. മഹീക്ഷിത എന്നതിൻ്റെ അർത്ഥം എന്ത്? മഹീക്ഷിത എന്നുള്ള അർത്ഥം എന്താണ്? ഹി സിന്ധ്യന്തി കാര്യാണി കതി രൂപകാണി സന്ധി. എത്ര രൂപങ്ങൾ എത്രയുണ്ട്? 10 ആണോ 11 ആണോ 12 ആണോ? എത്ര രൂപങ്ങളുണ്ട്? പ്രേംന അത്ര കാ വിഭക്തി. പ്രേംന തൃതീയ വിഭക്തി അല്ലേ? ആണോ? കണ്ടുപിടിച്ച് പറ കേട്ടോ. രൂപങ്ങൾ 10 ആണോ 11 ആണോ എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. അതുപോലെ ഓരോ നോക്കുക, അടുത്ത് നോക്കുക. ഗദ്യപദ്യമയം കാവ്യം വളരെ ഈസി ചോദ്യമാണ്. ഗദ്യപദ്യമയം കാവ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. കഹ അയം എന്താണ്? കോയമാണോ കായമാണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. അത്യന്തം ഇത്യർത്ഥകം പദം കിം? കേരളസ്യ ഉച്ചശിക്ഷാ മന്ത്രി. ആരാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? ആരാണ്? കണ്ടുപിടിച്ചേ. ദേശീയ യുവജന ദിനം കഥ. എപ്പോഴാണ് ദേശീയ യുവജന ദിനം? ജനുവരി 12 ആണോ 22 ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാം. ഗദ്യപദ്യമയം കാവ്യം ചമ്പു ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം അത്രയാണ് ഉള്ളത്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്തേ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമ്മളുടെ യുവജന ദിനം, ദേശീയ യുവജന ദിനം. ഓക്കെ. അപ്പം അത്രയും നോക്കി പ്രാക്ടീസ് ചെയ്യുക. USSൻ്റെ ചോദ്യങ്ങൾ, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ സ്വന്തമായി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എക്സാം എഴുതേണ്ട എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരെയാണ്. വീണ്ടും നമുക്ക് കാണാം. ബൈ.